ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും, അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഇതുവരെയും പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം. മൊഡ്യൂൾ 4ഉം 5ഉം പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ എസ് ആയിട്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരിക. അതേപോലെ തന്നെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഫുൾ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്തവർ പഠിക്കേണ്ട ഈ 3 മൊഡ്യൂൾസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി. മീനിങ്ങും ഡെഫിനിഷനും പഠിക്കാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനിഷ്യലൈസേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കുക. ഞാനിവിടെ 8 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ആ 8 പോയിന്റ്സും പഠിക്കുക, എന്തായാലും പഠിക്കുക. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് ഓവർ ഹെഡ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അതിൻ്റെ മീനിങ്ങും പഠിക്കുക. നീഡ്സ് ഫോർ റീകൺസിലേഷൻ പഠിക്കുക, ഞാനൊരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഷീറ്റ് പഠിക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഷീറ്റ് പഠിക്കുക. പ്രീവിയസ് എക്സാമിനൊക്കെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അതായത് നമുക്ക് ഇനിയും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. എല്ലാ മൊഡ്യൂൾസിലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുക. ഇനിഷ്യലൈസേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം പഠിക്കുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പഠിക്കുക. സ്റ്റോക്ക് ലെവൽസ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് ലെവൽസ്, ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ ആൻഡ് റീഓർഡർ ക്വാണ്ടിറ്റി, അത് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ഈ ഒരു മൊഡ്യൂൾ 2 നിന്ന്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 3 പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവർ വേണമെങ്കിൽ മൊഡ്യൂൾ 3 സ്കിപ്പ് ചെയ്യാം, ഞാൻ പറയാമല്ലോ. മൊഡ്യൂൾ 1ഉം 4ഉം 5ഉം പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 4 പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും സ്റ്റെപ്പ് ലാഡർ ഇക്വേഷൻ മെത്തേഡും, അതിൻ്റെ പ്രോബ്ലം പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഷീറ്റ്, അതിൻ്റെ പ്രോബ്ലം പഠിക്കുക. അതേപോലെ തന്നെ എസ്റ്റിമേഷൻ ആൻഡ് കൊട്ടേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കും പഠിക്കാം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ആൻഡ് മെമ്മോറാൻഡം റീകൺസിലേഷൻ അക്കൗണ്ടിൻ്റെ തിയറി പഠിക്കാം. നെക്സ്റ്റ് പ്രൊഡക്ഷൻ അക്കൗണ്ട് പഠിക്കുക, അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട്, അത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്, അതും പഠിക്കുക. ആൻഡ് ഞാൻ പറയല്ലോ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം പഠിക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ.